ലോകായുക്തയുടെ ചിറകരിയാനുള്ള ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെ ഗവർണറും സംസ്ഥാന BJP നേതൃത്വവും പ്രതിരോധത്തിലായി. ബില്ലിന് അനുമതി നൽകരുത് എന്ന നിലപാടിലായിരുന്നു ഇരുവരും. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര BJP നേതൃത്വവും സംസ്ഥാന സർക്കാരും ഒരേ തൂവൽ പക്ഷികളെന്ന വിമർശനം കോൺഗ്രസ് ശക്തമാക്കും. വിവരങ്ങളുമായി നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് രാഷ്ട്രപതി മന്ദിരത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ? ഗുഡ് മോർണിംഗ്. വളരെ സുപ്രധാനമായ ഒരു തീരുമാനം രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. മാസങ്ങൾ പിടിച്ചുവെച്ച ഒരു ബില്ലാണ് ഗവർണറെ സംബന്ധിച്ച്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരത്തെ നിയമസഭ പാസ്സാക്കിയ 2022 ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ് നിയമസഭ ഈ ബില്ല് പാസ്സാക്കിയത്. പക്ഷേ അതിലൊപ്പിടാൻ ഗവർണർ തയ്യാറായിരുന്നില്ല. പിന്നീട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിച്ച ഘട്ടത്തിലാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഈ ലോകായുക്ത ബിൽ അയക്കുന്നതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായത്. രാഷ്ട്രപതി ഈ ബില്ലിന്മേൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കില്ല എന്നായിരുന്നു രാജ്ഭവനും കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുകയാണ്. സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ലോകായുക്ത ഭേദഗതി ബിൽ അത് രാഷ്ട്രപതി അംഗീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ രാജ്ഭവൻ അത് വിജ്ഞാപനമായി പുറത്തിറക്കുന്നതോടുകൂടി നിയമമാവുകയും ചെയ്യും. നേരത്തെ ആരോപണം ഉയർന്നിരുന്നത് മുഖ്യമന്ത്രിക്കടക്കം എതിരെ കേസുകൾ ലോകായുക്തയിൽ വന്നപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത് എന്നായിരുന്നു. ദുരിതാശ്വാസ നിധിയിലെ ദുർവിനിയോഗം ആരോപിച്ച് ലോകായുക്തയിൽ പരാതി നൽകിയിരുന്നു. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ MLA ആയിരുന്ന KK രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകന് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി ജോലി നൽകി. കുടുംബത്തിന് ഈ പണയപ്പെടുത്തിയിരുന്ന സ്വർണം വീണ്ടെടുക്കുന്നതിനുള്ള സഹായം നൽകി. കോടിയേരി ബാലകൃഷ്ണൻ്റെ ഗൺമാൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകി. അദ്ദേഹം അപകടത്തിൽ മരിച്ചതാണ്. ഭാര്യയ്ക്ക് ജോലി നൽകിയതിന് പുറമെ 20 ലക്ഷം രൂപ സാമ്പത്തിക സഹായവും നൽകിയിരുന്നു. ഇങ്ങനെയുള്ള ഇതുകൂടാതെ ഉഴവൂർ വിജയൻ, അന്തരിച്ച NCP നേതാവ് ഉഴവൂർ വിജയൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവും സംസ്ഥാന സർക്കാർ നൽകുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ആ പരാതി പരിഗണിക്കാനിരിക്കെയാണ് ലോകായുക്ത നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് തെളിഞ്ഞാൽ ആ പൊതുപ്രവർത്തകന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന ലോകായുക്ത നിയമത്തിലെ 12, 14 ഈ വകുപ്പുകളിലാണ് ഭേദഗതി വരുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് മന്ത്രിയായിരുന്ന KT ജലീലിന് ബന്ധു നിയമനത്തിൻ്റെ പേരിൽ ആ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടി വന്നത് ലോകായുക്തയുടെ വിധി ഇതുമായി ബന്ധപ്പെട്ട് എതിരായതിനാലായിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഭേദഗതിയിൽ, സുപ്രധാനമായ ഭേദഗതിയിൽ, ഇനി മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത ഒരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ വിധി പുനഃപരിശോധിക്കുന്നതിനുള്ള അപ്പലേറ്റ് അതോറിറ്റി എന്നത് നേരത്തെ ഗവർണർ എന്നതിന് പകരം ഇനി സംസ്ഥാന നിയമസഭയായിരിക്കും. മന്ത്രിമാർക്കെതിരായ വിധിയാണ് എങ്കിൽ അതിൻ്റെ അപ്പീൽ അധികാരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് പരിശോധിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കായിരിക്കും. MLA മാർക്കെതിരായ പരാതിയാണെങ്കിൽ പരാതിയിന്മേൽ വിധി വന്നാൽ ആ കാര്യത്തിലൊരു പുനഃപരിശോധന വേണമെങ്കിൽ അതിൽ സ്പീക്കറായിരിക്കും തീരുമാനമെടുക്കുക. ഇങ്ങനെയുള്ള സുപ്രധാന ഭേദഗതികൾ അടങ്ങിയതാണ് ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നത്. ഈ ബിൽ അംഗീകരിക്കരുത് എന്ന നിലപാടാണ് സംസ്ഥാന BJP നേതൃത്വം നേരത്തെ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പിട്ട സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും BJPയുടെ പുതിയ നിലപാട് എന്നത് അറിയാൻ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. SKN. താങ്ക് യു. ദിലീപ് കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.